സഹോദരന്മാരെ അല്ല നിങ്ങൾക്ക് അബ്ദുൽ മുകളിലോട്ട് കയറി വരാം. ഗുരു ബ്രദർ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് യേശു ക്രിസ്തുവിനാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ യേശു ക്രിസ്തുവിനാണോ ഫോളോ ചെയ്യുന്നത്? പിന്നെ ആരെയാ ഞങ്ങൾ അബ്ദുലിന്റെ ഫോളോ അടുത്ത് ചെയ്യുന്നത്? ചോദിച്ചതിന് ഉത്തരം പറ. ചോദിച്ചതിന് അതെ അതെ, ആ നിങ്ങൾ ചോദിച്ചവിടെ പറഞ്ഞേക്കുന്ന കാര്യത്തിനെ ആദ്യം ഒരു യേശു തീർപ്പ് ക്രിസ്തു നിങ്ങൾ കൽപ്പിക്കുക യേശു അബ്ദുള്ളെ. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ യേശു ക്രിസ്തു അബ്ദുള്ളെ പറഞ്ഞു നിങ്ങൾ എന്നാര അബ്ദുള്ള ഒന്ന് കേട്ടെ. അബ്ദുള്ള ഒരു കാര്യം കേൾക്ക്. യേശു ക്രിസ്തുവിനെ യേശു ഫോളോ ക്രിസ്തു ചെയ്യുന്ന എന്താണെന്ന് ആളാണെങ്കിൽ യേശു ക്രിസ്തു കേൾക്ക് കേൾക്ക്. പറഞ്ഞോ ആ, എന്നെ എന്ത് പറഞ്ഞോ? എന്നെ എന്ത് പറഞ്ഞോ? ഉയർത്തിയതിനു ശേഷം നിങ്ങൾ ക്രിസ്തു മതം ഉണ്ടാക്കണമെന്ന് എന്താ എന്താ? എന്നെ ഉയർത്തിയതിനു ശേഷം ഇവിടെ ക്രിസ്തു മതം ഉണ്ടാക്കണമെന്ന് യേശു ക്രിസ്തു ഇങ്ങോട്ട് പറഞ്ഞോ? മുഹമ്മദ് പറഞ്ഞോ? ഞാൻ ഉയർത്തപ്പെട്ടതിന് ശേഷം കേൾക്ക്, ഞാൻ ഉയർത്തപ്പെട്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിതാവ് ആകർഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നിങ്ങൾ ആ, യേശു ചരിത്ര പുരുഷനാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഞങ്ങൾക്ക് എന്താ പറഞ്ഞേ? സംശയമില്ല. മുഹമ്മദ് എന്താ പറഞ്ഞേ? ആ നിങ്ങൾ മുഹമ്മദ് എന്തെങ്കിലും ആരെ പറഞ്ഞിട്ടുണ്ടോ? തെറ്റിദ്ധരിപ്പിക്കണത്? കേൾക്ക് നിങ്ങൾ കേൾക്ക് ആരെ കേൾക്ക്. മുഹമ്മദ് തെറ്റിദ്ധരിപ്പിക്കണത്? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദിന്റെ മരണത്തിന്റെ ചോദിക്കണേ, സമയത്ത് മുഹമ്മദ് ബൈബിളിൽ എന്താ പറഞ്ഞേ? എവിടെ? കേൾക്ക് 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 കേൾക്ക്. മുഹമ്മദ് എന്താ പറഞ്ഞേ? ബൈബിളില് മുഹമ്മദിന്റെ മുഹമ്മദ് അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് പറ. അല്ല, മുഹമ്മദിനെ എടുക്കുമ്പോ എന്താ പ്രശ്നം എന്നാ? മുഹമ്മദിന് എങ്ങോട്ട് മരിച്ചതിന് ശേഷം എങ്ങോട്ട് പോണെന്ന് ഉറപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേൾക്ക് കേൾക്ക് കേൾക്ക്. മുഹമ്മദിന് ഉറപ്പുണ്ടായിരുന്നോ? നിങ്ങൾക്ക് സംശയം തീരൂല, അതാ പറഞ്ഞത്. ഞങ്ങൾക്ക് സംശയമില്ല. യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. നിങ്ങൾ ഒന്നാണോ സംശയം മൂന്നാണോ നിങ്ങൾക്കാണ്. എന്ന് നിങ്ങൾക്ക് മാത്രമല്ല, അള്ളാഹുവിനും മുഹമ്മദിനുമാണ് സംശയം. മരിച്ച ശേഷം എവിടെ പോകുന്നു മുഹമ്മദിന് അറിയാൻ പാടില്ലായിരുന്നോ? ഞങ്ങള് മുഹമ്മദിനല്ലേ സംശയം? ഇങ്ങനെ ഒരാളെയല്ലേ നിങ്ങൾ അനുഗമിക്കുന്നേ? ഞങ്ങളെ മുഹമ്മദ് നബി വന്നിട്ട് മുഹമ്മദ് നബി ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദിനെ ആരാധിക്കണം. പിന്നെ ആരാ സത്യത്തിൽ നിങ്ങളുടെ ദൈവം? മുഹമ്മദ് അല്ലേ? മുഹമ്മദ് നബി ആരാധിക്കണം. മുഹമ്മദ് നബി നമ്മളോട് മുഹമ്മദിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരാളല്ലേ അള്ളാഹു. മുഹമ്മദ് ഐഷ നബി പോലും പറഞ്ഞത് പറയുന്നുണ്ട്. ഏകദൈവത്തിനാ. കേൾക്ക് കേൾക്ക്. ഐഷ എന്നാ പറയണേ? ഐഷ ഈ പറഞ്ഞെന്നറിയാമോ? ഈ ഐഷ പറഞ്ഞ ഏകദൈവത്തിനാ കേട്ടോ? കേൾക്ക് കേൾക്ക് കേൾക്ക്. നിങ്ങൾ പറയുന്ന യേശു നിർത്തിയത് ക്രിസ്തു ഐഷ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിട്ട് പറയാൻ സമ്മതിക്ക്. പറയാൻ മാന്യമായിട്ട് സംസാരിക്കും. ഞാൻ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു. ഐഷ നിങ്ങളെ എന്നാ പറഞ്ഞേ? യേശു ക്രിസ്തുവിനെ ജീവിതകാലത്ത് യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനും. യേശു ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച പൗലോസ് ഏറ്റു പറഞ്ഞു. ഉണ്ടാക്കിയ മതാണ്. അബ്ദുള്ള അത് ഏറ്റു പറഞ്ഞു. യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനും ഏറ്റു പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധ പൗലോസ്. യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനും. അബ്ദുള്ള ഒരു മിനിറ്റ്. അതെ, അബ്ദുള്ള നിർത്തിക്ക്. ഒരു മിനിറ്റ് നിർത്തിക്ക്. നിങ്ങളൊക്കെ റൂം ഇട്ട് കഴിഞ്ഞാൽ ക്രൈസ്തവരായ ഞങ്ങൾ അവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? കൊമ്പനാന കരിമ്പുകാട്ടി കയറിയത് പോലുള്ള താങ്കൾ ഇവിടെ ചവിട്ടി വഹിക്കുന്നത് എന്തോ കാണിക്കുക താങ്കള്? ഞങ്ങൾക്ക് എന്നെ ഇൻവിറ്റേഷൻ ചെയ്തിട്ടാണ് വന്ന് സംസാരിക്കണത്. അവിടെ നിർത്ത സുഹൃത്തെ. നിങ്ങളൊന്ന് സാവകാശപ്പെട്. നിങ്ങൾ എന്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? കാര്യങ്ങളൊന്ന് പറയാൻ അനുവദിക്കും നിങ്ങള്. ഇതുവരെ ഞാൻ നിങ്ങൾ കേട്ടോണ്ട് നിങ്ങളിപ്പോ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഒന്നുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കേട്ടു. അബ്ദുള്ള മാന്യമായിട്ട് സംസാരിക്കാൻ ആദ്യം പഠിക്കുക. മുഹമ്മദിന്റെ സ്വഭാവം കാണിക്കാതെ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുക. അവിടെ സംസാരിക്കുന്ന സമയത്ത് അതെ, ഗിബോർ പറ. ഞാൻ അദ്ദേഹത്തെ തള്ളി താഴെ ഇട്ടു. ആ കെടുമതി പോട്ടെ. അത് അനാവശ്യമായി വെറുതെ കിടന്ന് ബഹളം വെക്കുക. ചർച്ച നല്ല രീതിയിൽ പോട്ടെ. ഓക്കെ, സംസാരിക്കുന്നു. ഇത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇസ്ലാമിക ലോകത്ത് ഒരു പണ്ഡിതനോ ഒരു പാമരനോ ഒരു വിശ്വാസിയോ ഒരു മദ്രസയിലുള്ള കൃത്യമായ ഉത്തരം തരാൻ നിങ്ങൾക്ക് കഴിവില്ല. ഈ 160 കോടി മുസ്ലിങ്ങൾക്കും ഇല്ല. അല്ലെങ്കിൽ ഇസ്ലാം മതം വിട്ട് കഴിഞ്ഞിട്ട് വെളിയിൽ വന്നു കഴിയുമ്പോഴാണ് ബുദ്ധി യഥാർത്ഥത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. മാന്യമായിട്ട് സംസാരിക്കാമല്ലോ. അതിന് ചോദ്യം ചോദിക്കുക, ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. ഇവിടെ സംസാരിക്കാനും സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ക്ലബിൽ എന്തുകൊണ്ടാണ് വന്ന് സംസാരിക്കാത്തത്? ഇവിടെ തരുന്ന അത്രയും ഫ്രീഡം നിങ്ങൾ അവിടെ തരാറില്ല. നിങ്ങൾ തരത്തില്ല. ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് തന്റെ ഇടപെടൊന്നുമില്ല. ഈ ക്ലബ് ഹൗസുകൾ മുഴുവൻ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന 1 വർഷം മുമ്പ് നിങ്ങളുടെ പണ്ഡിതന്മാരല്ല? ഇസ്ലാം മതം വലിയൊരു സംഭവമാണെങ്കിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അവസാനം ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഹാരിസ് മദനിയെ കാണാനില്ല. ഇപ്പൊ സംസാരിക്കണമെങ്കിൽ മാന്യമായിട്ട് വന്ന് സംവദിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കും.
ഓക്കെ, താങ്ക് യു. ഞാൻ എന്തായാലും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എന്റെ ക്ഷണം സ്വീകരിച്ചു വന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞിരുന്നു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓട്ടോയിലെങ്കിലും കയറ്റി വിടാന്ന് യഥാർത്ഥത്തിൽ തമാശന് പറഞ്ഞാണെങ്കിലും ഈ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചതായ ഒരു ചോദ്യമാണ് യേശു ക്രിസ്തു ഉയർപ്പിച്ചതിന് ശേഷം ക്രിസ്തുമതം ഉണ്ടാക്കാൻ പറഞ്ഞോ എന്നാണ്. യഥാർത്ഥത്തിൽ എന്തായാലും അല്പസമയം ഇവിടെ ക്രൈസ്തവരോട് ഇരുന്നപ്പോൾ യേശു ക്രിസ്തു ഉയർപ്പ് വരെ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടി. ഇവിടെ മുമ്പോട്ട് വെച്ചതായിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടവണ്ണമുള്ള ഒരു പ്രതികരണം ചെയ്യുവാൻ കഴിയുന്നില്ല. മേ ബി അതേ കുറ്റപ്പെടുത്തുവാൻ പറ്റത്തില്ല. കാര്യം പരിമിതികളായിരിക്കാം. ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടതും വെച്ചുള്ള ആവേശം കൊണ്ട് പല മുസ്ലിം സുഹൃത്തുക്കൾ സംസാരിക്കുന്നു. അതുപോലെ അദ്ദേഹം സംസാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനോട് യാതൊരു പിണക്കവും ഇല്ല. എന്നാൽ അദ്ദേഹം ഉന്നയിച്ച ഒരു വിഷയം എന്ന് വെച്ചാൽ സാധാരണ ഒരു ആവറേജ് നമ്മൾ ഈ പറയുന്ന ഈ നിങ്ങളുടെ ഹൃദയം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരളും ജങ്കും ഒക്കെ സ്പോഞ്ച് പോലെയാന്നൊക്കെ പറയുന്ന പോലെ ഈ സാധാരണ ഒരു ആവറേജ് ഒരു മുസ്ലിമിന്റെ മൈൻഡ് സെറ്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പൊ നോക്കാം, പൗലോസിനെ ഇതിലേക്ക് വലിച്ചഴിക്കുകയും ചെയ്യുന്ന ആ ഒരു ബുദ്ധി നോക്കണം. ഓക്കെ, സഹോദരൻ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: യേശു ക്രിസ്തു മരിച്ചു അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ക്രിസ്തു മതം സ്ഥാപിക്കാൻ പറഞ്ഞു. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ക്രിസ്തു മതം എന്നുള്ളത്. ഏതെങ്കിലും ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി ക്രിസ്തു വന്നു എന്നൊരു വിശ്വാസം ക്രൈസ്തവർക്കും പോലും ഇല്ല. എന്നാൽ യേശു പറഞ്ഞൊരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ പറയുന്നു: നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളോടും സകല ജാതികളെ ശിഷ്യരാക്കുവാൻ പറയുന്ന ആ ഭാഗമാണ്. അവിടെ സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാനും ആ വിശ്വസിക്കുന്ന വ്യക്തികളെ യേശുക്രിസ്തു കൽപ്പിച്ചതൊക്കെയും അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും യേശു പഠിപ്പിച്ച ഇതാണ്. യേശുവിന്റെ പഠിപ്പീരുകൾ യേശു മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത്, യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ അത് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ യേശു പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരികയും സകലതും ഓർമ്മപ്പെടുത്തുകയും എന്നിൽ നിന്നെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് പിന്നീട് രൂപപ്പെട്ടതായ സഭ എന്നാൽ ഏതെങ്കിലും ബിൽഡിംഗ് അല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തികളുടെ വേർപെട്ട ഒരു കൂട്ടത്തെയാണ് സഭ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂടിയതായ സഭയിൽ അപ്പോസ്തലന്മാര് അവരെ പഠിപ്പിക്കുകയും വചനത്തിൽ അവരെ വളർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മതം സ്ഥാപിക്കാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മതം എന്ന് എന്താ അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ യേശുവിന്റെ തന്നെ അനുഗമിക്കുന്നവരുടെ കൂട്ടം സ്ഥാപിക്കാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അത് യേശു പഠിപ്പിച്ച ഒരു കാര്യമാണ്. രണ്ടാമത്തെ അദ്ദേഹം ഉന്നയിച്ചതായ ഒരു വാദമാണ് പൗലോസിന്റെ മതമല്ലേ. എന്താണ് പൗലോസിന്റെ മതം? പൗലോസിന്റെ മതത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? പൗലോസിന്റെ എന്ത് കാര്യത്തിലാണ് പൗലോസിനോട് ഇത്ര അലർജി? നിങ്ങൾ യേശുവിനെ അല്പസമയത്തേക്ക് മറന്നു. പൗലോസും മുഹമ്മദ് എന്നൊരു വിഷയം പോലും എടുത്താൽ പോലും എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സ്ഥാനമാണ് പൗലോസിനുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ മുസ്ലിം സുഹൃത്തുക്കളെ? ജീവിതം കൊണ്ടും ഉപദേശം കൊണ്ടും ജീവിതത്തിൽ താൻ വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടി മറ്റുള്ളവനെ കൊല്ലുകയല്ല, മറിച്ച് അവരെ ആ വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്ന ഒരു പൗലോസിനെയാണ് കാണുന്നത്. തന്റെ പുതിയ വിശ്വാസത്തിനെ സ്വീകരിച്ചതിന്റെ പേരിൽ ആ വിശ്വാസം വെച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യുവാനോ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാനോ മറ്റുള്ളവരെ കൊള്ളയടിക്കുവാനോ കൊള്ള മുതൽ സ്വന്തമാക്കുവാനോ തന്റെ മുമ്പിൽ കടന്നു പോകുന്നതായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികളോടൊരു ആസക്തി തോന്നുന്ന ഒരു രീതിയല്ല നമ്മൾ അവിടെ കാണുന്നത് കൂടെ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു പൗലോസിൽ വന്ന മാറ്റം ശരിയാണ്. ഒരു കാലത്ത് യേശുക്രിസ്തുവിന്റെ സഭയെ നിന്ദിച്ച് ആക്രമിച്ചു നടന്നൊരു പൗലോസാണ്. അത് തന്നെയാണ് ക്രൈസ്തവ സത്യത്തിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതായ ഒരു സന്ദേശമാണ്. ഒരു സാധാരണ നമ്മൾ പലപ്പോഴും വാർത്തകൾ കാണുമ്പോൾ ഞെട്ടാറുണ്ട്. അയ്യോ, ഇന്നലെ വരെ കോളേജിൽ ഒരു കുഴപ്പമില്ല, ശല്യമില്ലാതെ നടന്നൊരു പയ്യൻ, അല്ലെങ്കിൽ ശല്യമില്ലാതെ നടന്ന ഒരു പെൺകുട്ടി പിൻകാലത്ത് ഈ സിറിയയിലും അവിടെയും പോയിട്ട് ആട് മേയ്ക്കാൻ പോയി പൊട്ടിത്തെറിക്കുന്ന ഒരായിരങ്ങളുടെ ജീവൻ കളയുന്നതായ അല്ലെങ്കിൽ ഒരു കഴുത്തിറക്കുന്നതായൊക്കെ കാണുമ്പോൾ അമ്മമാര് തന്നെ പറയുകയാണ്, അയ്യോ ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ല എൻ്റെ മകൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്.
എന്താണ്? ഇവരുടെ തലയിലേക്ക് ഈ ഒരു ഇസ്ലാമിക ദൈവശാസ്ത്രവും അവന്റെ ഐഡിയോളജി തലയിൽക്കകത്ത് കയറി കഴിയുമ്പോൾ അവര് മനുഷ്യരിൽ നിന്ന് മൃഗമായിട്ട് ഈ പറഞ്ഞ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ മാർഗം തിരിച്ചാണ്. അവിടെ ഇതുപോലെ കൊല്ലുന്നവനും കൊലവിളി നടത്തുന്നവനും ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ പരാജയപ്പെട്ടവരും സമൂഹത്തിനൊരു ഭാരമായിരുന്നവരും തീവ്രവാദികളും മതഭ്രാന്തന്മാരും ഒക്കെ യേശുവിന്റെ ആ സുവിശേഷം അറിഞ്ഞു കഴിയുമ്പോൾ അവർ രൂപാന്തരപ്പെടുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് മതഭ്രാന്തനായിരിക്കുന്ന പൗലോസിനെ പോലെ ഒരാള് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പൗലോസിൻ്റെതായ ഒരു ലേഖനത്തിൽ ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ സ്നേഹത്തെ കുറിച്ച് വിവരിക്കുന്നത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നതായ ആ യേശുവിന്റെ പാതയിൽ നിന്നുകൊണ്ട് തന്നെ പൗലോസും പറയും, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നന്മ ചെയ്യണം. അപ്പൊ യേശുവിന്റെ ജീവിതത്തിൽ പൗലോസിന്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരം നോക്കൂ. പൗലോസ് പണ്ട് ആരായിരുന്നു എന്നുള്ളതല്ല, പൗലോസ് ഇപ്പോൾ ആരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നിങ്ങൾ നോക്കുക സഹോദരങ്ങളെ, പൗലോസും മുഹമ്മദും നമുക്ക് കമ്പയർ ചെയ്യാൻ നല്ലൊരു ഒരു 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 മാനദണ്ഡം തന്നെയാണ്. പൗലോസും തൻ്റെ ജീവിതകാലത്ത് ഒരു ആത്മീയമായ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ആ ഏറ്റുമുട്ടലിന് ശേഷം തൻ്റെ ജീവിതം എങ്ങനെ മാറി? അദ്ദേഹം കൊല്ലുവാനല്ല പിന്നീട് പോകുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ ദോഷം മറ്റുള്ളവരുടെ തിന്മ ആഗ്രഹിച്ച് പോകുന്ന പൗലോസ് അല്ല, മറിച്ച് യേശുവിൽ വിശ്വസിക്കുകയും ആ യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ച് നടന്നതായ ഒരു പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്ത് മുഹമ്മദിനെ നോക്കും. ജീവിതത്തിൽ ജീവിതത്തിൻ്റെതായ ആ ഒരു ഏകഭാര്യയുടെ ഭർത്താവായിട്ട് തൻ്റെതായ ലോകത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന് ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയം, നിരാശ, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. പിൻകാലത്ത് കാണുന്ന ഏകഭാര്യയുടെ ഭർത്താവ് പിൻകാലത്ത് എത്രയോ സ്ത്രീകളെ മോഹിക്കുന്നു. ദത്തുപുത്രന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. 6 വയസ്സും പോലും തികയാത്ത ഒരു കുട്ടിയെ പോലും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. കൊല, അതുപോലെ കൊള്ളയടി എന്നാദി കാര്യങ്ങളിലേക്ക് കയറുന്നു. അപ്പൊ നോക്കണം, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തോ അത് നിങ്ങളെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. യേശുവിൽ വിശ്വസിച്ച പൗലോസിന്റെ ജീവിതം മാറ്റി. അത് ഞങ്ങൾ അഭിമാനത്തോടെ പറയും. ഏത് സംവാദമാണെങ്കിലും പൗലോസും മുഹമ്മദ് എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു മടിയില്ല. കാര്യം മുഹമ്മദിനേക്കാൾ 100 മടങ്ങ് പൗലോസ് ശ്രേഷ്ഠൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അബ്ബാസ് ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അബ്ദുള്ളനെ കൊണ്ട് സംസാരിക്കാൻ വേണ്ടി കയറി വന്നതാ. അദ്ദേഹം ഒരു വാചകം അവിടെ പറയുണ്ടായിരുന്നു, എവിടെയാണ് യേശു ക്രിസ്തു ആരാധിക്കാൻ വേണ്ടി പറയുന്നത് എന്ന്. അപ്പൊ ഈ മുസ്ലിം, ഇന്ന് എല്ലാ മുസ്ലിങ്ങളും ഒരു മുസ്ലിം ആകണമെങ്കിൽ, മുസ്ലിം താഴെ ഇരിക്കണമെങ്കിൽ, മുസ്ലിം സുഹൃത്തുക്കൾ താഴെ ഇരിക്കണമെങ്കിൽ കേൾക്കണേ, ഇത് പലവട്ടം ഞങ്ങൾ സംസാരിക്കുന്നതാണ്. ഒരു മുസ്ലിം ആകണമെന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്നുകൂടെ കൂട്ടിച്ചേർക്കേണ്ടി വരുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? മുഹമ്മദിനെയും കൂട്ടിച്ചേർത്താണ് നിങ്ങൾ പിടിക്കുന്നത്. അള്ളാഹു ഞങ്ങളുടെ ദൈവം, മുഹമ്മദ് ഞങ്ങളുടെ പ്രവാചകനും. വേറെ 1,00,000-ൽ പരം പ്രവാചകന്മാർ വന്നിട്ടും എന്തുകൊണ്ട് മുഹമ്മദിന്റെ പേര് മാത്രം എടുത്തു പറയണം എന്റെ സുഹൃത്തുക്കളെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും? അദ്ദേഹം അവിടെ ചോദിക്കുന്ന 4 പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും യേശു ക്രിസ്തു ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? യേശു ക്രിസ്തുവിന്റെ ദൈവമാണ് എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് ദൈവം എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് യോഹന്നാന്റെ പുസ്തകത്തിൽ കാണാം, തോമസ് വന്ന് പറയുമ്പോ എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. പല സന്ദർഭങ്ങളിൽ നമ്മൾ അത് കേൾക്കാറുണ്ട്. അതിനോട് ഇപ്പൊ പൗലോസിനെ കുറിച്ച് പറഞ്ഞു, അത് ഗുരുജി ബ്രദർ നല്ല ഒരു ഡെഫിനേഷൻ കൊടുക്കുകയും ചെയ്തു. പൗലോസിന്റെ അടുത്തു വരുവാൻ യോഗ്യനല്ല ഈ നിങ്ങൾ വിശ്വാസിക്കുന്ന നിങ്ങളുടെ പ്രവാചകൻ, നിങ്ങളുടെ നബി. ആ കെട്ടുകളിൽ നിന്നാണ് എന്നെ ദൈവം വിടുവിച്ചിരിക്കുന്നത്. മുഹമ്മദ് അള്ളാഹുന്റെ പ്രവാചകനാണെന്നും ആ പ്രവാചകനിൽ വിശ്വാസിക്കുന്നവരാണ് അങ്ങോട്ട് പോവുക എന്നൊക്കെ ഞങ്ങൾ വിശ്വാസിച്ചു. ഏക ദൈവത്തിൽ വിശ്വാസിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലാക്കുന്നത് മുഹമ്മദിനെ അവസാന കാലഘട്ടങ്ങളിൽ തന്റെ സഹാബാക്കൾ കേൾക്കുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയാനേ അദ്ദേഹത്തിന് ഒരു നിശ്ചയമില്ല. പരലോകത്തേക്ക് പോവോ, അള്ളാഹു വിചാരിച്ച ആ പരലോകത്തേക്ക്, അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞു കൊടുത്ത ആ പരലോകത്തേക്കെങ്കിലും പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ അർത്ഥം. അദ്ദേഹത്തിന് അത് പറ്റിയില്ല. ജീവിതം തന്നെ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവസാന നിമിഷങ്ങളിൽ. അപ്പൊ അത് ചിന്തിക്കുക.
യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും, എന്നിലല്ലാതെ ഒരുവനും പിതാവിനിടത്തിൽ അല്ലെങ്കിൽ പരലോകത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് ആണിത്തരമായിട്ടാണ് പറയുന്നത്. ഇത്രയും ക്ലബ് ഹൗസിൽ നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ക്ലബ് ഹൗസിൽ എന്റെ ഇതിൽ കഴിയുമ്പോൾ ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ എങ്ങോട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. താഴെ കേൾക്കുന്ന ക്രിസ്തീയ സുഹൃത്തുക്കളാണെങ്കിലും ഇസ്ലാമിയരാണെങ്കിലും നിങ്ങൾ ഇന്ന് മരിച്ചാൽ എങ്ങോട്ടാണ്? അപ്പൊ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോട് നിങ്ങൾ ഏറ്റുകൊള്ളുകയാണെങ്കിൽ, നമ്മുടെ പാവ ജീവിതത്തെ വിട്ട് ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ പ്രമാണങ്ങളിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, നിശ്ചയമായിട്ടും യേശു ക്രിസ്തു കാട്ടുന്ന ആ പരലോകത്തിലേക്ക് നിത്യകാലം അവരോടുകൂടെ നമ്മ ജീവിക്കാൻ പറ്റും. ദൈവം അതിനുവേണ്ടി തന്നെയാണ് നമ്മളെ പോലുള്ളവരെയൊക്കെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ രക്ഷ നിങ്ങൾ ഉറപ്പാക്കുക. മുഹമ്മദിലൂടെ ഒരു രക്ഷയില്ല, അള്ളാഹുവിനൂടെ ഒരു രക്ഷയില്ല. ഈസയും യേശുവും ഒന്നല്ല. ബൈബിൾ പ്രകാരം അതിവിടെ തെളിയിച്ചിരിക്കുകയാണ്. എന്റെ സുഹൃത്തുക്കൾ വീണ്ടും വീണ്ടും കേൾക്കണേ. ഇത് റീപ്ലേ ഓൺ ആകുമ്പോൾ അത് കേൾക്കണേ. സത്യദൈവത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ അബ്ബാസ് ബ്രദർ ഇസ്ലാമിന്റെ ആ കനത്ത മതില് കടന്ന യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആളാണ്. എന്നോട് ചിലര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അബ്ദുൽ ഖാദറിനോട് അത്ര അഗ്രസീവായിട്ട് പെരുമാറി. അബ്ദുൽ ഖാദറിനോട് അഗ്രസീവായിട്ട് പെരുമാറിയതല്ല, അബ്ദുൽ ഖാദർ പെരുമാറിയ ശൈലി, അത് ആരെയും സംസാരിക്കാൻ അനുവദിക്കാതെ അബ്ദുൽ ഖാദർ അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് അബ്ദുൽ ഖാദറിനോട് അങ്ങനെ ഇടപെടേണ്ടി വന്നത്. അത് അബ്ദുൽ ഖാദറിനെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചതാണ്. സത്യത്തില് അബ്ദുൽ ഖാദറിനെ പോലെയുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ, കേൾക്കാനുള്ളൊരു സഹിഷ്ണുത ഇവർക്കാർക്കും ഇല്ല. കേൾക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും പരിപാടി. ഇവിടെ നമ്മൾ ഈസയും യേശുവും രണ്ടാണെന്ന് തെളിയിച്ചു എന്ന് മാത്രമല്ല, ഖുറാനിലെ ഈസ അള്ളാഹുവിനേക്കാളും മുഹമ്മദിനേക്കാളും ശ്രേഷ്ഠനാണെന്ന് നമ്മൾ പറഞ്ഞു. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്, അങ്ങനെ ഒരു ചരിത്ര പുരുഷന്മാർ ഖുറാനിലില്ലെന്നും പറഞ്ഞു. എന്നാൽ ഇവിടെ കയറി വരുന്ന ഒരാൾക്ക് പോലും അങ്ങത് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇവരുടെ പ്രശ്നം? ഇപ്പൊ പൗലോസിന്റെ കാര്യം പറഞ്ഞല്ലോ. പൗലോസ് എല്ലാ കാലത്തും പൗലോസിനെയാണ് ആക്രമിക്കപ്പെടുന്നത്. പൗലോസും മുഹമ്മദും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? തീർച്ചയായിട്ടും പൗലോസ് മുഹമ്മദിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, മുഹമ്മദ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുമായിരുന്നു എന്നുള്ളതാണ് എന്റെ ചിന്ത. സത്യത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള മുഹമ്മദ്, അദ്ദേഹം നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അള്ളാഹുവിനെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറിപ്പോകുന്നത്. അതിനുശേഷമുള്ള മുഹമ്മദാണ് അപകടകാരിയായിട്ട് മാറുന്നത്. അതിനുശേഷമുള്ള മുഹമ്മദ് ആണ് മനുഷ്യനെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നത്. അതിനുശേഷമുള്ള മുഹമ്മദാണ് ആത്മഹത്യ പ്രവണത അദ്ദേഹത്തിനുണ്ടായി. ആ ഒരു സ്പിരിറ്റ് മറ്റുള്ളവരിലേക്കും മനുഷ്യരിലേക്ക്, ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ള സ്പിരിറ്റ് അല്ല, മറിച്ച് ആ ഈവിൾ സ്പിരിറ്റ് മറ്റ് മുഹമ്മദിനെ അനുഗമിക്കുന്നവരിലേക്കും അദ്ദേഹം എന്ത് ചെയ്യുവാണ്, കൊടുക്കുവാണ്. അങ്ങനെയാണ് സത്യത്തിനെതിരെ നിൽക്കുന്ന ഇത്രയും അധികം ജനങ്ങൾ ഉണ്ടായി വരുന്നത്. സത്യത്തിൽ ഞങ്ങളിവിടെ ചെയ്യുന്ന വലിയൊരു സാമൂഹ്യ പരിഷ്കരണമാണ്. അതെന്താണ്? ഇസ്ലാമിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളിതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിന്റെ അർത്ഥം മുസ്ലിം സഹോദരങ്ങളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതല്ല കേട്ടോ. മറിച്ച് അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ആശയപരമായിട്ടുള്ള സമരം, ആശയപരമായിട്ടുള്ളൊരു യുദ്ധമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ആ കറുത്ത പിടിയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കടന്നു വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇരകൾ ആരാണ്? അത് മുസ്ലിങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. അവരത് മനസ്സിലാക്കുന്നില്ല. ഈ തടവറയിൽ അവർക്കെടുക്കുവാണ്. അവർ ഖുറാൻ വായിക്കാറില്ല, ഹദീസുകൾ നോക്കാറില്ല, അറിയാറില്ല, തഫ്സീറുകൾ അറിയാറില്ല. പക്ഷെ ഇത് അറിയുന്നവരെന്ത് ചെയ്യുന്നു? ആ മതം വിട്ട് പോരുന്നു, ഇസ്ലാമിനെ വിട്ടു പോരുന്നു.
എന്തുകൊണ്ടാണ് അങ്ങനെ വിട്ടുപോരാനുള്ള കാരണം? വിട്ടുപോകുന്നവരോട് ചോദിച്ചാൽ അറിയാം. ഞാനൊരിക്കൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇസ്ലാം വിട്ടു. ഇസ്ലാം വിട്ട് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. ഇസ്ലാം വിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അദ്ദേഹം വന്നു. അപ്പൊ അദ്ദേഹം എന്നിട്ട് എന്നോട് പറയാണ്, എനിക്കിപ്പോൾ വല്ലാത്തൊരു സമാധാനം എന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. നിശ്ചയമായിട്ട് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഒരാൾക്ക് ആ സമാധാനം കിട്ടും. ഇതൊരു പൊളിറ്റിക്കലായിട്ടൊരു ആശയമല്ല ക്രിസ്ത്യാനിറ്റി. യേശു തന്നെ പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി നമ്മൾ ആയുധമെടുത്ത് പോരാടുന്നുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനിറ്റിക്ക് ഒരിക്കലും അങ്ങനെ ഇല്ല. മറിച്ച് ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? അത് പരിവർത്തനത്തിൻ്റെതാണ്, മനപരിവർത്തനത്തിൻ്റെതാണ്, മാനസാന്തരത്തിൻ്റെതാണ്. നമ്മൾ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ സജീവമായിട്ട് ഒരു പരിവർത്തനം ഉണ്ടാകുക, അതല്ലേ നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ പൗലോസിന്റെ കാര്യം ഞങ്ങൾ ആവർത്തിച്ച് ഇവിടെ പറയാറുണ്ട്. പൗലോസിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മതഭ്രാന്തനായിരുന്ന പൗലോസ് മനുഷ്യ സ്നേഹിയായിട്ട് മാറി, ക്രിസ്തു സ്നേഹിയായിട്ട് മാറി, അല്ലെ? തനിക്ക് വിരോധമായിട്ടുള്ള ആശയം വിശ്വസിക്കുന്ന, തനിക്ക് വിരോധമായിട്ട് ഉള്ള താൻ വിശ്വസിക്കുന്ന ആശയത്തിന് വ്യത്യസ്തമായിട്ട് വിശ്വസിക്കുന്ന ആളുകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പൗലോസ് എന്ത് ചെയ്യാണ്? ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിലൂടെ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിട്ട് മാറുകയാണ്. പിന്നെ അദ്ദേഹം വാളെടുക്കുന്നുണ്ടോ? അതിനു മുമ്പ് അദ്ദേഹം ആളുകളെ കൊല്ലാനാണ് ഇറങ്ങി തിരിച്ചത്, അല്ലെ? ആയുധമെടുത്തുകൊണ്ട് തന്റെ മതത്തിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ആളുകളെയൊക്കെ ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന പൗലോസ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം വാളെടുക്കുന്നില്ല, ആയുധം എടുക്കുന്നില്ല. എത്രയോ സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിന് അടികൊള്ളുന്നത്. പിന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ അദ്ദേഹം നോക്കുന്നില്ല, അല്ലെ? പിന്നെ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ്, ആശയം പ്രചരിപ്പിക്കുകയാണ്, കഴിയുന്നിടത്തോളം നന്മ ചെയ്യാനാണ് പറയുന്നത്. ഇതിനു വേണ്ടി കഷ്ടം സഹിക്കുകയാണ്. എന്ത് ലാഭം കിട്ടി? മാനുഷികമായിട്ട് ഒരു ലാഭവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പൊ അതങ്ങനെ മാറ്റിമറിച്ചു. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്നുള്ളത്. ഇത് പൗലോസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ല എങ്കിലും ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞു പോയതാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി നൽകുന്ന മാറ്റം. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി. ഒരാൾ മുഹമ്മദിനെ കണ്ടുമുട്ടിയാൽ ഈ മാറ്റം വരത്തില്ല. ഈസയെ കണ്ടുമുട്ടിയാൽ ഈ മാറ്റം വരത്തില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ഈ മാറ്റം വരത്തില്ല. പിന്നെ ആദ്യം ഞങ്ങളോട് പറഞ്ഞതുപോലെ സത്യത്തിൽ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ, ആരാധനയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഈസേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ ഈസയെ ആരാധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇസ്ലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അള്ളാഹുവിനെയും അതുപോലെ തന്നെ മുഹമ്മദിനെയൊക്കെ മാറ്റി ഈസയെ മുന്നിൽ നിർത്തുകയാണെങ്കിൽ, ഈസ എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഈസയെ കുറിച്ചല്ലട്ടോ ഞാൻ പറയുന്നത്, നമ്മുടെ ഖുറാനിലെ ഈസ, ആ ഈസയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈസയെ ആരാധിക്കാൻ തുടങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈസയെ മുന്നിൽ നിർത്താൻ തുടങ്ങുകയാണെങ്കിൽ, ആ ഷഹാദത്ത് കലിമയിൽ ഈസയെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറെ കൂടി വ്യത്യാസം വരാം. എന്നാൽ ഈ ഈസയുടെ ആവശ്യം ക്രിസ്ത്യാനികൾക്കില്ല, അള്ളാഹുവിന്റെ ആവശ്യവും ക്രിസ്ത്യാനികൾക്കില്ല. നമ്മൾ പിന്തുടരുന്നത് യേശു ക്രിസ്തുവിനെയാണ്, സത്യദൈവവും നിത്യജീവനുമായവനെയാണ്. ചരിത്രത്തിൽ ജനിച്ച, ജീവിച്ച, മരിച്ച, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ, സ്വർഗാരോഹണം ചെയ്ത ചരിത്രപുരുഷനായ ക്രിസ്തുവിനെ. അവൻ ചരിത്രത്തിൽ വന്നു, മനുഷ്യന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് കേവലം ഒരു വിശ്വാസ പ്രഖ്യാപനമോ പ്രമാണം മാത്രമല്ല നമ്മളെ സംബന്ധിച്ച്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്, അല്ലെ?